കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് 2 എയർ ഫ്രയർ റെസിപ്പീസ് ആണ്. ഇവിടെ ഞാൻ നിലക്കടല നല്ല ക്രിസ്പി ആയിട്ട് എയർ ഫ്രയറിൽ വളരെ എളുപ്പത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ വളരെ ടേസ്റ്റി ആയിട്ട് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഇവിടെ 2 കപ്പ് അളവിലാണ് നിലക്കടല എടുത്തിരിക്കുന്നത്. നിലക്കടല ഒരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തവണ മാത്രമേ ഞാനിങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിനുശേഷം അതിനകത്തെ വെള്ളമെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് നന്നായി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് സമയം ഞാൻ ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കടല എയർ ഫ്രയറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തട്ടിനകത്തേക്ക് 2 കപ്പ് കടല മുഴുവനായിട്ടും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന കടല കുറച്ച് നീളം കൂടിയ ടൈപ്പാണ്. ഇതിൽ ചെറിയ മണി കടലയും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ മണി കടല തന്നെയാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഞാനിത് എയർ ഫ്രയർ ഇവിടെ ഓൺ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ആണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ടൈമാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് സമയം ആയതിനു ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കടല ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഞാനിത് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 5 മിനിറ്റ് സമയം ആകുമ്പോഴേക്കും നമ്മുടെ പീനട്ടെല്ലാം ആവശ്യത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് കടല അധികം കുക്കായിട്ടില്ല എന്ന ഫീലാണ് നമുക്ക് തോന്നുക. കാരണം ഇതിന് അധികം കളറൊന്നും ചേഞ്ചായി കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ 10 മിനിറ്റ് ടൈം കൊണ്ട് തന്നെ കടല ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീടുള്ള സമയം ആ ചൂടിൽ കിടന്ന് കടല നല്ല ക്രിസ്പിയായി കിട്ടിക്കൊള്ളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂട് തണിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരു ചെറിയ ചൂടോടുള്ള സമയത്താണ് ഞാൻ ഇത് കൈവച്ച് ആ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് ഞെരടി റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം റിമൂവായി കിട്ടുന്നതാണ്. ഈ രീതിയിൽ നമ്മൾക്ക് കടല ഒരുപാട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കുപ്പികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ കൊടുക്കാൻ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണിത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരക്കിഴങ്ങാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ മധുരക്കിഴങ്ങ് 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ ഉൾവശമെല്ലാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിന് മുകളിലായിട്ട് അല്പം ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒലീവ് ഓയിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒലീവ് ഓയിലും ഉപ്പും എല്ലാം ആ മധുരക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓയിൽ തടവാതെയും നമ്മുടെ മധുരക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഓയിലും ഉപ്പും തടവിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിനുശേഷം ഞാനിവിടെ ഈ തട്ടിനകത്തേക്ക് മധുരക്കിഴങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് ആണ് ഞാനിവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഞാനിതിവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള 20 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ഭാഗം കുക്കായതിന് ശേഷം ഞാൻ പിന്നീട് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള 20 മിനിറ്റ് സമയം കൂടെ ഇതിവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് സമയം ആകുമ്പോഴേക്കും സ്വീറ്റ് പൊട്ടറ്റോ ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിവിടെ നിന്നും ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ചൂട് ഏകദേശം ഒന്ന് തണിഞ്ഞതിന് ശേഷം കത്തി ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി കഴിക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടോടെ ആ ബട്ടർ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അനുഭവപ്പെടുക. ബാക്കിയുള്ള സ്വീറ്റ് പൊട്ടറ്റോയും ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഇല്ലാതെയും ബട്ടർ ചേർത്തിട്ടും രണ്ട് വിധത്തിലും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കടല വറുത്തെടുക്കാനും അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ തയ്യാറാക്കാനും കഴിയും. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.